ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് നെസ്റ്റോലാട്ടോ, പെരിന്തൽമണ്ണ പുതിയതായിട്ട് അവിടെ ഓപ്പൺ ആയതാട്ടോ. അപ്പോൾ മക്കൾക്ക് ഒരാഗ്രഹം അവിടേക്കൊക്കെ ഒന്ന് പോകണം, ഒന്ന് കാണണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ പറയട്ടോ, വീട്ടിലേക്ക് നിൽക്കാൻ വന്നപ്പോൾ തുടങ്ങിയതാണ് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര സങ്കടം. അവർ സ്കൂൾ അടച്ചിട്ട് എവിടേക്കും കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അനിയത്തിയും വിചാരിച്ചു നമ്പരൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടാണ് കാണിച്ചെടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അമ്മേനെയും മേമേനൊക്കെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനില്ല, ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, പുറത്തേക്ക് പോകണം. ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മക്കൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ അത് ഒന്ന് സഹായിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് കാണാൻ ചെയ്തിട്ടോ. പിന്നെ ഓഫർ ഉണ്ട് കേട്ടോ, ചില സാധനങ്ങൾക്ക് ഭയങ്കര ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് സാധനമൊക്കെ കഴിക്കാനുള്ളത് എന്തെങ്കിലും വാങ്ങണം, പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കും ചെയ്യാൻ വിചാരിച്ചിട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതാ അവിടെയൊക്കെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി കണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ മക്കൾക്ക് അത് വേണം, വേറെന്ന് കണ്ട് അത് വേണം. അപ്പോൾ ഏതാ വാങ്ങേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഒന്നിലാണ് ഉറപ്പിച്ചിട്ടോ. പിന്നെ എല്ലാതും കൂടി വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ള ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ നേരിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിക്കാത്ത സാധനങ്ങൾ നമ്മൾ. അപ്പോൾ അങ്ങനത്തെ നൂഡിൽസിൻ്റെ ഒരു പെട്ടി വാങ്ങി, പിന്നെ അതേപോലെ ഒരു ഫുൾ ചിക്കൻ ആയിട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടി കഴിക്കാൻ നേരിട്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ഫുള്ള് ചിക്കനുള്ളത് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഒന്ന് വാങ്ങിയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മേമയ്ക്ക് ഫുൾ ചിക്കൻ വാങ്ങി കഴിക്കണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം എന്നാൽ സഹായിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അമ്മയ്ക്കും മേമയ്ക്കും അത് അങ്ങനത്തെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം ഒന്ന് മേമയ്ക്കും അമ്മയ്ക്കും സഹായിച്ചു കൊടുത്തു കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു ഡപ്പ ചിക്കൻ ചില്ലിയും വാങ്ങിട്ടോ. പിന്നെ ഒരു പാക്കറ്റ് പത്തിരി വാങ്ങി, കാരണം ചെറിയ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൂഡിൽസ് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഫുള്ള് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, തന്തൂരി ചിക്കൻ അങ്ങനെ എന്താ പറയട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ ആഗ്രഹമുള്ളൂ എന്താ പറയുക മക്കൾക്ക് കിട്ടാം. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു. പിന്നെ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, കാരണം അവർക്ക് അറിയാം ഞങ്ങളെ അവസ്ഥ. ഞങ്ങൾ കയ്യിൽ ഉള്ള പൈസ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവർ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ചെറിയ സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മുട്ടായി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തു. അല്ലാതെ വലിയതുമൊക്കെയൊന്നും അവർക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടോ മക്കൾക്ക്. പിന്നെ അത് ഒരു എന്താ പറയുക, പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്തെങ്കിൽ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടോ. ഒരു പാക്ക് നൂഡിൽസ്, പിന്നെ നൂഡിൽസല്ല മാഗി, പിന്നെ എന്താ പറയുക ഒരു ഡപ്പ ഐസ്ക്രീം ഒക്കെ, അതിനൊക്കെ നല്ല വില ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഒക്കെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിക്ക് നിൽക്കണം. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരക്കില്ലാത്ത ദിവസം നോക്കിയിട്ട് പോയതാണ്, പക്ഷേ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല ഓഫറുള്ള കാരണം ഭയങ്കര തിരക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കുറച്ചൊക്കെ സാധനങ്ങൾ കഴിക്കാനുള്ളതും പിന്നെ വീട്ടിലേക്ക് എന്താ പറയുക ഉള്ളതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ ബില്ലാക്കിയിട്ട് പോരാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ ആഗ്രഹം ഞങ്ങളെ ആഗ്രഹമൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.